ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതെന്തായാലും എനിക്ക് കേൾക്കണ്ട. കേൾക്കണം, കേട്ടേ പറ്റൂ. കേൾക്ക മാത്രമല്ല, അതനുസരിക്കുകയും വേണം. ഞാൻ നിന്നെ അനുസരിക്കണോന്നോ? മുൻപത്തെ ബന്ധം പറഞ്ഞ നീ എന്റെ അനിയത്തിയാ. ഇപ്പോഴത്തെ ബന്ധം പറഞ്ഞ നീ ഈ വീട്ടില് വെറൊരു ജോലിക്കാരിയാ. ഈ രണ്ട് ബന്ധത്തിനും ഞാൻ വില കൽപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ നിന്നെ അനുസരിക്കണോ എന്ന് പറയുന്നത് കുറച്ച് ഓവറാ. നല്ലത് പറഞ്ഞു വരുമ്പോ അതനുസരിക്കുന്നതിന് ഒരു മടിയും കാണിക്കണ്ട. പറയുന്ന കാര്യം നല്ലതാണോന്ന് മാത്രം നോക്കിയാ മതി. ആര് പറയുന്നു എന്ന് നോക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് ആ നരേന്ദ്രന്റെ കാര്യമാ. അയാളുമായി എന്താ ബന്ധം? എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞാലും ജനിപ്പിച്ചവരെന്നും അവര് തന്നെയാണല്ലോ. അങ്ങനെ നോക്കുമ്പോ അച്ഛന്റെ ബന്ധമുള്ള ശിവദാസനെ ഓർമ്മ കാണുമായിരിക്കും. മാഡത്തിന്റെ അച്ഛന്. അദ്ദേഹത്തെ ചതിച്ച ആളാ ഈ നരേന്ദ്രൻ. നരേന്ദ്രൻ കാരണോ മാഡത്തിന്റെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ നാട് വിടേണ്ടി വന്നത്. അങ്ങനെ ഒരാളോടൊപ്പം, അതായത് മാഡത്തിന്റെ കുടുംബം നശിപ്പിച്ച് ആ നരേന്ദ്രനോടൊപ്പം ഏത് രീതിയിലുള്ള ബന്ധമായാലും അത് മുന്നോട്ട് കൊണ്ടുവന്നത് ശരിയല്ല. മാഡത്തിനെയും അയാളെ ചതിക്കും. ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്ത അയാളോടൊപ്പമുള്ള ബന്ധം മാഡ അവസാനിപ്പിക്കണം. സൗകര്യമില്ലെങ്കിലോ? ഞാൻ ആരോടൊപ്പം നടക്കണം, സംസാരിക്കണം, ബന്ധം സ്ഥാപിക്കണം എന്നതൊക്കെ എന്നെ പഠിപ്പിക്കാൻ ജോലിക്കാരി വരണ്ട. അതെന്റെ ഇഷ്ടമാ. പിന്നെ ഈ മാഡത്തിന്റെ കുടുംബം, ഈ മാഡത്തിന് നീ നേരത്തെ പറഞ്ഞ അച്ഛനും അമ്മയും അനിയത്തിയും ആരുമില്ല. ഉള്ളത് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും മാത്രമാണ്. ഈ പറയുന്ന നരേന്ദ്രൻ ഈ വീട്ടിലെ ഫാമിലി ഫ്രണ്ടാ. എന്റെ അമ്മായിയമ്മയുടെ ബിസിനസ് പാർട്ട്ണറും. അങ്ങനെ വരുമ്പോ ചിലപ്പോ കണ്ടെന്നും മിണ്ടിയെന്നൊക്കെ വരും. വീട്ടിലെ കൊച്ചമ്മമാർ എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നൊക്കെ വേലക്കാരികൾ തിരക്കി ഇറങ്ങണ്ട. അവര് പാത്രം കഴുകിയാ മാത്രം മതി. പിന്നെ അങ്ങയുടെ അറിവിലേക്ക് ഒന്നുകൂടി പറയാം. തന്റെ കണ്ണിൽപ്പെടാതെ നടക്കുന്ന ശിവദാസനെയും ഭാര്യയും മകളെയും ഇടയ്ക്കൊക്കെ എന്നോടും അന്വേഷിക്കാറുണ്ട്. ദേ, എന്റെ ഒരു വിരൽ ചൂണ്ടിനപ്പുറം ഒരു ജീവിതമില്ല ഈ പറഞ്ഞവർക്കാർക്കും. അത് ഞാൻ ചെയ്യാത്തതാ മേൽ പറഞ്ഞവരോട് ഞാൻ കാണിക്കുന്ന ഔദാര്യം. പണ്ടെന്നോ ചോറുവാരി തന്നതിന് ഞാൻ തിരിച്ചു ചെയ്യുന്ന പ്രത്യുപകാരം. ഇനി എന്തെങ്കിലും പാപം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലേ അത് അങ്ങനെ അങ്ങ് തീരട്ടെന്നേ. കൊള്ളാം. മാഡം പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, മനസ്സിലാക്കുകയും ചെയ്തു. ഇനി ചിലത് ഞാൻ അങ്ങോട്ട് പറയാം. എല്ലാം പറഞ്ഞ് ഞാൻ ഈ മുറി വിടുമ്പോ മാഡത്തിന്റെ മുഖത്ത് ഈ പുച്ഛഭാവം ആയിരിക്കില്ല, ഭയമായിരിക്കും.